ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനൊരു യാത്രയിലായിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളൊന്ന് ചിന്തിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് നിശ്ചയിക്കുന്നു. കുംഭമേളയ്ക്കാണ് ഞാൻ പോയത്. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പോകാൻ സാധിക്കത്തില്ല, എനിക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് കരുതിയ കാഴ്ചകളൊക്കെ തന്നെ ഞാൻ കണ്ണു നിറയെ കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാഴ്ചകളൊന്നും തന്നെ പലതും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം അത്ഭുതത്തോടു കൂടി ഞാൻ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുക്കണമെന്നുള്ള ചിന്തയൊക്കെ ഞാൻ മറന്നുപോയി. കാരണം ഒരു വീഡിയോ എടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ പോയത്. അത്ഭുതമോ അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോ ഒക്കെയായിരുന്നു ഞാൻ. എല്ലാവരും കുംഭമേളയ്ക്ക് പോകുന്നു, പല പ്രമുഖരും അവിടെ പോകുന്നു. ഇതൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നു, പത്രത്തിൽ വായിക്കുന്നു. അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പത്രക്കാർ പെരുപ്പിച്ചെഴുതുന്നു. പേടിയും അത്ഭുതവും ഒക്കെ കൂടെ ചേർന്ന ഒരു വികാരമായിരുന്നു ഇത്രയും കാലം എനിക്കുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഭഗവാനെ, എനിക്ക് ഇതിനൊന്ന് വരാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ വരാനാണ്? ആരും കൊണ്ടുപോകാനില്ല, ആരും സഹായിക്കാനില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ പോകും? എത്ര രൂപ വേണം? എവിടെ ഇറങ്ങണം? എങ്ങനെയാണ് കാര്യങ്ങൾ? എവിടെ താമസിക്കും? ഒരു നിശ്ചയവും ഇല്ല. അങ്ങനെ എല്ലാ ദിവസവും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, എനിക്ക് അതിനൊരു യോഗമില്ല എന്ന്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് ചിന്തിക്കുന്നു. ഒരു ദിവസം എൻ്റെ മകന് ദോശ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിന്ന എന്നോട് എൻ്റെ മകൻ പറയുകയാണ്, നമുക്ക് കുംഭമേളയ്ക്ക് പോകാം, മറ്റു കുറച്ച് ആളുകൾ കൂടി പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകാം, അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്ന്. നമുക്കും പോകാം മോനെ എന്ന് ഞാൻ അവനോട് പറയുകയാണ്. എങ്ങനെ പോകും? പൈസയുണ്ടോ? എത്ര ചിലവാകും? ഒന്നും അറിയില്ല. ഏത് ട്രെയിനിൽ പോകണം? ഒരു നിശ്ചയവും. അപ്പോൾ ട്രെയിനൊക്കെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ട്രെയിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ ഒന്നും തന്നെ സീറ്റില്ല. തൽക്കാലം എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയാകും. അതായത് പ്രീമിയം തൽക്കാലമൊക്കെ ഉള്ളൂ. ഒരാൾക്ക് 7,000 രൂപയൊക്കെ ആകുന്ന അവസ്ഥ. എന്താ ചെയ്യുക? ഒന്നും അറിയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളായി ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഒരാളെ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറയുന്നു. അതായത് അയാൾ സഹായിക്കാം, രാവിലെ തൽക്കാലം എടുക്കുന്നതിനായിട്ട് അവർ സഹായിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നേരിട്ടുള്ള ബസ്സിലേക്ക്, ട്രെയിനിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കുന്നു, ഡൽഹിക്ക് പോകാം, അവിടെ നിന്നും ബസ്സിന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിസാമുദ്ദീനിൽ കയറി യാത്ര ചെയ്യുകയാണ്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. കടുകുപാടങ്ങൾ കാണുന്നു, ഗോതമ്പ് പാടങ്ങൾ കാണുന്നു. കാലാവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. മഞ്ഞും തണുപ്പുമൊക്കെ മാറി മാറി വരുന്നു, ചൂട് വരുന്നു. പലതരത്തിലുള്ള ആളുകൾ ട്രെയിനിൽ കയറുന്നു, പല വേഷവിധാനങ്ങളിൽ, പല ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ തന്നെ ട്രെയിനിൽ കയറുന്നു, പല ആഹാര രീതികൾ. പക്ഷെ ട്രെയിനിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് മലയാളികളായിരുന്നു. എല്ലാവരും കുംഭമേളയ്ക്ക് പോകുന്നവർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും ആളുകൾ കേരളത്തിൽ നിന്നും പോകുന്നുണ്ടോ? എൻ്റെ വിചാരം വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ആ ട്രെയിനിൽ ഒരു 75% മലയാളികളായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമായവരും എല്ലാവരും ആ ട്രെയിനിലുണ്ടായിരുന്നു. എല്ലാവരും മലയാളികൾ. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പരസ്പരം സഹായങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ നിശ്ചയിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ കാണുകയും സമയമാകുമ്പോൾ ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് എൻ്റെ ഈ അനുഭവം. കാരണം ഒരു വിദൂര സ്വപ്നത്തിൽ പോലും എനിക്ക് പോകാൻ സാധിക്കും എന്നൊരു ചിന്ത എൻ്റെ കയ്യിലില്ലായിരുന്നു. പണമുണ്ടാക്കുക, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയ്ക്ക് വേണ്ടി പണമുണ്ടാക്കുക എന്ന് പറയുന്നത്
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വീട്ടിലെ അവസ്ഥ, അച്ഛന് തീരെ സുഖമില്ല, തീരെ വയ്യാത്ത അവസ്ഥ. ഞാനൊരു കുറച്ച് ദിവസം മാറി നിന്നാൽ എന്ത് സംഭവിക്കും എന്നുപോലും നിശ്ചയമില്ലാത്ത അവസ്ഥ. അച്ഛൻ ഒരു തടസ്സവും കൂടാതെ എന്നോട് പോയിട്ട് വരാൻ പറയുന്നു. അമ്മ സമ്മതിക്കുന്നു. ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ കൂടെ യാത്രയാകുന്നു. പൈസയൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ ഉണ്ടായി. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു, തിരിച്ചു വന്നിട്ട് ഞാൻ ആലോചിക്കുന്നു, ഇത്ര രൂപ ചിലവായോ? എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ ഉണ്ടായത്? കാരണം കൃത്യമായി നമ്മൾ നേരത്തെ തന്നെ ട്രെയിനൊന്നും ബുക്ക് ചെയ്യാതെ, ബസ്സൊന്നും ബുക്ക് ചെയ്യാതെ ഞങ്ങൾ പോയത് കൊണ്ട് തന്നെ യാത്രാക്കൂലി ഒരുപാടായി. നേരത്തെ ബുക്ക് ചെയ്ത് പോയവർക്കൊക്കെ വളരെ കുറച്ച് മാത്രമേ യാത്രാക്കൂലി ആയുള്ളൂ. പക്ഷേ പല യാത്രകളും ഞങ്ങൾ ബുക്ക് ചെയ്തത് ട്രെയിനിലിരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യാത്രാ ഇനത്തിൽ കുറച്ചധികം പണം ചിലവായി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പല ഭാഷകൾ കേൾക്കുന്നു, പല വേഷവിധാനങ്ങളിലുള്ള ആളുകളെ കാണുന്നു, കടുകുപാടങ്ങൾ കാണുന്നു, ഗോതമ്പ് പാടങ്ങൾ കാണുന്നു, ഗ്രീൻ പീസിൻ്റെ തോട്ടങ്ങൾ കാണുന്നു, പച്ചക്കറിത്തോട്ടങ്ങൾ കാണുന്നു, പല നദികൾ കാണുന്നു, പാലങ്ങൾ കാണുന്നു. ഗംഗാനദിയും യമുനാ നദിയും സരസ്വതിയും കാവേരിയും കാളന്തിയും ഒക്കെ കാണണമെന്ന് ആഗ്രഹിച്ച ഞാൻ സ്വപ്നങ്ങളിൽ ഇതെല്ലാം ഒരുപാട് തവണ കണ്ട് ഇവിടേക്ക് എനിക്കൊന്ന് പോകാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ എൻ്റെ കണ്ണാൽ ഇതൊക്കെ കാണുകയാണ്. ആ സമയത്ത് പലതും ക്യാമറ എടുത്ത് അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നു പോകുന്നു. കാരണം പല കാഴ്ചകളും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളായിരുന്നു. ആരും എന്നെ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നവർ. പിന്നീട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും എന്ന് കരുതിയവരൊക്കെ തന്നെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴും, നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചവരൊക്കെ തന്നെ നമ്മളെ സഹായിക്കാതിരുന്നപ്പോഴും ഈശ്വരനെ മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ കാഴ്ചകൾ കാണാൻ സാധിച്ചത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം. ആ സമയത്ത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ജീവിതം ഇല്ലാതായി പോകുന്ന അവസ്ഥകളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇനി ഈശ്വരനെ വിളിക്കുന്നതെന്ന്. പക്ഷെ അടുത്ത നിമിഷം ഞാൻ ആലോചിക്കും, ഇതിനു വേണ്ടിയിട്ടല്ല ഭഗവാൻ എന്നെ ജനിപ്പിച്ചത്. എനിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിട്ട് മറ്റ് പലതും, പല നന്മകളും എനിക്ക് ഈശ്വരൻ കൊണ്ടുതന്നത്. ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഭഗവാൻ ഒരു കൈത്താങ്ങായി എൻ്റെ കൂടെ പലപ്പോഴും നിൽക്കുന്നത് ഞാൻ ഈശ്വരനെ മുറുകെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്തത് കൊണ്ടാണ്. അറിയാതെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ തന്നെ. പക്ഷേ ഒരാൾക്കും ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കാനും നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിധി പലപ്പോഴും നമുക്കെതിരായി നിന്നിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൻ്റെ ഈ സമയങ്ങളിൽ പണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഞാൻ. കാരണം ഒരിക്കലും സാധിക്കില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് കരുതിയിടത്തു നിന്നും ഈശ്വരൻ മറ്റു പലതും നഷ്ടപ്പെടുത്തുമ്പോൾ മറ്റു പലതും നമുക്ക് നൽകുകയാണ്. ഭഗവാൻ ഇന്ന് നൽകിയ ഈ സൗഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെപ്പറ്റി ഇപ്പോൾ ഞാൻ ഓർക്കാറില്ല. ഭഗവാൻ നമുക്ക് തരുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കാറുള്ളൂ. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതൊന്നിനുമല്ല, അതിനു വേണ്ടിയിട്ടല്ല ഈശ്വരൻ നമ്മളെ ജനിപ്പിച്ചത്. മറ്റു പലതിനും വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമ്മളെ ജനിപ്പിച്ചത് എന്ന ചിന്തയിലൂടെയാണ് ഇപ്പോൾ ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഏകാദശി വ്രതം എടുക്കാനും പ്രദോഷമെടുക്കാനും നാമം ജപിക്കാനും ഒക്കെ സാധിച്ചു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ അതിനു വേണ്ടിയിട്ടായിരിക്കാം എന്നെ ജനിപ്പിച്ചത്. ഞാൻ മൂലം 10 പേരെങ്കിലും നാമം ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10 പേര് നാമം ജപിക്കാൻ തുടങ്ങിയതിൻ്റെ പുണ്യമാണ്
ഇന്ന് മഹാദേവൻ എനിക്ക് തന്ന ഈ സൗഭാഗ്യം. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ എത്ര തന്നെ ദുഃഖങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായാലും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക. അതിനേക്കാൾ വലുത് നമുക്ക് മറ്റു പലതുമാണ് ഭഗവാൻ കൊണ്ട് തരും എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ നിയോഗം അതിനു വേണ്ടിയിട്ടല്ല എന്ന് വിശ്വസിക്കുക. ഈശ്വരനെ മുറുകെ പിടിക്കുക. ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നന്മ തരും എന്ന് വിശ്വസിക്കുക. അങ്ങനെ ഞങ്ങളിനി എന്തു ചെയ്യും, ഡൽഹിയിൽ ചെന്നിട്ട് എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ട്രെയിനോ ബസ്സോ ഒന്നും തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ആഗ്രയിൽ ഇറങ്ങാം എന്ന് തീരുമാനിക്കുന്നത്. ആഗ്രയിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ട്രെയിനില്ല, ബസ് നോക്കുന്നു. അങ്ങനെ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്യുന്നു. ബസ് രാത്രിയിൽ 1:30 മണിക്കാണ്. ഞങ്ങൾ ആഗ്രയിൽ 4 മണിയാകുമ്പോഴേക്കും എത്തിച്ചേരും. ബാക്കി സമയം എന്തു ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് താജ്മഹൽ കാണാൻ പോകാം എന്നൊരാഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. ജീവിതത്തിൽ താജ്മഹൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടു ശീലമുള്ള ഞാൻ ആദ്യമായി താജ്മഹൽ കാണാൻ പോകുന്നു എന്നോർത്തപ്പോൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുകയാണ്. കാരണം ആരും കൊണ്ടുപോയിട്ടില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുക്കൾ പോകുമ്പോൾ ഒരിക്കൽ പോലും നീ വരുന്നുണ്ടോ എന്നോട് ചോദിച്ചിട്ടില്ല. അവർ പോയിട്ട് വരുമ്പോൾ ഒരു മുട്ടായി പോലും എനിക്ക് കൊണ്ട് തന്നിട്ടില്ല. വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ, എൻ്റെ ബന്ധുക്കളൊക്കെ പോകുന്ന സമയത്ത് വരുന്നുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു മിഠായിയെങ്കിലും എനിക്ക് വേണ്ടി കൊണ്ടുത്തരുമോ, തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ, എൻ്റെ അറിവില്ലാതിരുന്ന സമയങ്ങളിൽ. കണ്ടോ നിങ്ങൾ കടുകുപാടങ്ങൾ കണ്ടോ? മഞ്ഞ നിറത്തിൽ പൂക്കളുമായി വളരെ മനോഹരമായി നിൽക്കുന്ന കടുകുപാടങ്ങൾ. ഇതൊക്കെ ഞാൻ സിനിമകളിൽ കണ്ടപ്പോൾ, അതായത് നമ്മൾ മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഈ കടുകുപാടങ്ങളും ഗോതമ്പ് പാടങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഞാനും പോകും പഞ്ചാബിൽ, എനിക്കിതൊക്കെ നേരിട്ട് കാണണം, ഈ കടുകുപാടങ്ങളുടെ ഇടയിലൂടെ എനിക്ക് നടക്കണം. പക്ഷേ കടുകുപാടങ്ങളുടെ ഇടയിലൂടെ ഞാൻ നടന്നില്ലെങ്കിലും എൻ്റെ കണ്ണ് നിറയെ കടുകുപാടങ്ങൾ ഞാൻ കണ്ടു, ഗോതമ്പ് പാടങ്ങൾ കണ്ടു, ഗംഗയും യമുനയും ഒക്കെ ഞാൻ കണ്ടു. ഗംഗയിൽ ഇറങ്ങി സ്നാനം ചെയ്തു. ഈശ്വരൻ ഒരുപാട് ദുഃഖങ്ങൾ എനിക്ക് തന്നു. പക്ഷേ ഇതൊക്കെ കണ്ണു നിറച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ എനിക്ക് ആ ദുഃഖങ്ങൾ തന്നത് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ താജ്മഹലിൻ്റെ മുമ്പിലെത്തി. താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് അതുവഴി ഞങ്ങൾ കടന്നു. ചുറ്റുപാടും ഇതുപോലുള്ള വലിയ കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ എന്താണ് കാണാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട്, പടങ്ങളിൽ കണ്ട അതുപോലെ തന്നെ ആയിരിക്കുമോ താജ്മഹൽ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ കാഴ്ച കാണുകയാണ്. വളരെ മനോഹരമായ കാഴ്ച. ധാരാളം ആളുകൾ, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, കണ്ടാനന്ദിക്കുന്നു. താജ്മഹലിൻ്റെ പുറകിൽ യമുന ഒഴുകുന്നു. പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് യമുന നദിയെപ്പറ്റി. താജ്മഹലിൻ്റെ പുറകിലൂടെ ഒഴുകുന്ന യമുന, അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ദഹനം നടക്കുന്നുണ്ട്. ആരോ മരിച്ചതാണ്, അവരെ ദഹിപ്പിക്കുന്നു. യമുന നദിയിൽ അധികം വെള്ളമൊന്നുമില്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ യമുന നദിയുടെ കിടപ്പ്. അത്ഭുതത്തോടുകൂടി ഇതെല്ലാം നോക്കി നിന്നതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാനായി എനിക്ക് സാധിച്ചില്ല. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ബസ്സിൽ കയറി പ്രയാഗ്രാജിലേക്ക് എത്തുന്നു. ഓട്ടോയിലും ബൈക്കിലുമൊക്കെയായി യാത്ര. അങ്ങനെ ഗംഗാനദീ തീരത്ത്, ത്രിവേണി സംഗമ തീരത്ത് ഞങ്ങൾ എത്തി. ഗംഗാനദിയുടെ കുറുകെ ധാരാളം പാലങ്ങൾ. ഈ പാലങ്ങളിലൂടെ നടന്ന് നടന്ന് മറുകരയിൽ എത്തിച്ചേർന്നു. 2 വശത്തും സ്നാനം ചെയ്യുന്നുണ്ട്. പക്ഷേ മറുകരയിലേക്കൊന്ന് പോകാം എന്നുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ മറുകരയിൽ എത്തിച്ചേർന്നു. ധാരാളം സന്യാസിമാർ. വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. കരഞ്ഞു പോവുകയായിരുന്നു. ഞാനിതാ സ്നാനത്തിനെത്തിയിരിക്കുന്നു കുംഭമേളയിൽ. അങ്ങനെ ഈ പവിത്രമായ നദിയിൽ സ്നാനം ചെയ്ത് ഞങ്ങൾ സംതൃപ്തരായി. ദേവിയോട് പ്രാർത്ഥിച്ചു, മഹാദേവനോട് പ്രാർത്ഥിച്ചു,
ഈ ഐശ്വര്യങ്ങളെല്ലാം തന്ന സർവേശ്വരനോട് പ്രാർത്ഥിച്ചു. ഗംഗാദേവിയെ നമസ്കരിച്ചു. ഒരുപാട് തവണ ഗംഗയിൽ മുങ്ങി നിവർന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിച്ച് പുതുജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും ഞങ്ങൾ വാരണാസിയിലേക്ക് പോകാനായി തീരുമാനിച്ചു. അങ്ങനെ സന്യാസിമാരെയും പല വേഷവിധാനത്തിലുള്ളവരെയും പല ഭാഷകൾ സംസാരിക്കുന്നവരെയും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വാരണാസിയിലേക്ക് യാത്രയായി. വാരണാസിയിൽ അത്ഭുതങ്ങളായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. അതിൻ്റെ ധാരാളം വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അപ്പോഴേക്കും ഞാനൊന്ന് നോർമലായിരുന്നു. അതുവരെ എനിക്കധികം വീഡിയോകൾ എടുക്കാൻ സാധിക്കാത്തതിന് കാരണം ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. എങ്ങനെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു? എന്തൊരു നിയോഗമാണ്? ഭഗവാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പലപ്പോഴും നമ്മളിത് പറയും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കണ്ടോ, ഒരു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഗംഗാചലം ഇങ്ങനെ കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. അവിടെ നിന്നും ആ ആളുകൾ, അവിടെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടോ? അവർ അവിടെ നിന്നും വെള്ളം ശേഖരിച്ച് കുടിക്കുകയാണ്. അവർക്കാർക്കും ഒരു അസുഖവും വരുന്നില്ല. എനിക്കും വന്നില്ല. ഗംഗാനദിയിൽ അധികം ജലമില്ല. നമുക്ക് കുറച്ച് ദൂരം മുമ്പോട്ട് ഇറങ്ങാം. ഗംഗാനദി നന്നായി ഒഴുക്കുണ്ട്, പക്ഷേ അധികം ആഴമില്ല. ഒരു അസുഖവും വന്നില്ല, ഒരു ചൊറിച്ചിലും വന്നില്ല, ആർക്കും ഒരു പനി പോലും വന്നില്ല. ഗംഗാനദിയിൽ നിന്നും കയറാനായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം അത്രത്തോളം വലിയ ഒരു ആകർഷണീയത ഗംഗാമാതാവിനുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നതായി നമുക്ക് തോന്നും. അവിടെ ഒന്ന് സ്നാനം ചെയ്യുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ക്ഷീണമെല്ലാം മാറിപ്പോകുന്നതായി നമുക്ക് തോന്നും. അങ്ങനെ ആ പുണ്യ സ്നാനവും കഴിഞ്ഞ് ഞങ്ങൾ വാരണാസിയിലേക്ക് പോയി. വാരണാസിയിൽ ഞങ്ങളെ കാത്തിരുന്നത് അത്ഭുതങ്ങളുടെ ഒരു ലോകമായിരുന്നു. എങ്ങനെ പറഞ്ഞു തരുമെന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു വാരണാസി എന്ന കാഴ്ച. ആ കാഴ്ചകൾ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അപ്പോഴേക്കും അല്പമൊക്കെ സ്ഥലകാല ബോധം എനിക്ക് വന്നിരുന്നു. അപ്രതീക്ഷിതമായ യാത്ര ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നു, ഭഗവാൻ നിശ്ചയിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ഈ അനുഭവം ഓർക്കണം. കാരണം ജീവിതത്തിൽ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാം. പലരും നമ്മളെ വിഷമിപ്പിച്ചേക്കാം, പലരും നമ്മളെ ഇട്ടിട്ട് പോയേക്കാം. പക്ഷേ ഈശ്വരൻ നമ്മളെ ജനിപ്പിച്ചത്, ഈ ഭൂമിയിലേക്ക് ഈശ്വരൻ വിട്ടത് മറ്റു പലതിനും വേണ്ടിയായിരുന്നു. നമ്മുടെ നിയോഗം ഇതൊന്നുമല്ല എന്ന് നിശ്ചയിച്ച് ഭഗവാൻ എന്താണോ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്ന് വിശ്വസിച്ച് നഷ്ടങ്ങളെപ്പറ്റി ഓർക്കാതെ, കാരണം അതൊക്കെ നമ്മിൽ നിന്നും വിട്ടുപോകേണ്ടതാണ് എന്ന് വിചാരിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ശരീരം അല്ല യാഥാർത്ഥ്യം, ആത്മാവാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഈ ശരീരം ഒരു മഹാകുംഭമേളയിൽ മുങ്ങില്ല. പക്ഷേ എൻ്റെ ഈ ശരീരത്തിലുള്ള ആത്മാവ് അത് 144 വർഷങ്ങൾക്ക് മുമ്പുള്ള കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ജന്മത്തിൽ എനിക്കതിന് സാധിച്ചത്. ഒരുപക്ഷെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഇനി വരുന്ന 144 വർഷങ്ങൾക്ക് ശേഷമുള്ള മഹാകുംഭമേളയിലും സ്നാനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നൽ നമുക്ക് ആർക്കും വേണ്ട. കാരണം ഒരിക്കലും നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നില്ല. തെറ്റു ചെയ്യാതെ, അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ, നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ പുറകിന് പോയി അവരെ ഉപദ്രവിക്കാതെ, അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നടന്ന് അവരെ ശല്യപ്പെടുത്താതെ, അവർ ഉപദ്രവിച്ചോട്ടെ, അവർ നമ്മളെപ്പറ്റി എന്തും പറഞ്ഞോട്ടെ, ഏത് വിധത്തിലും നമ്മളെ ശല്യപ്പെടുത്തിക്കോട്ടെ, പക്ഷേ നമ്മൾ തിരിച്ചൊന്നും പറയണ്ട. കാരണം നമ്മൾ വേദനിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഈശ്വരനുണ്ട്. നമ്മുടെ വേദന ഈശ്വരൻ കണ്ടുകൊള്ളും. എല്ലാ സങ്കടങ്ങളും പരിഭവങ്ങളും ഭഗവാനോട് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോവുക. നമ്മളെ വേദനിപ്പിക്കുന്നവരെ തീർച്ചയായിട്ടും ഭഗവാൻ വേദനിപ്പിച്ചോളും. നമ്മൾ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം നമ്മൾ വേദനിപ്പിച്ചാൽ ഭഗവാൻ എന്ത് വിചാരിക്കും? മറുപടി അവൾ പറഞ്ഞല്ലോ, ഇനി എൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ നമ്മൾ മറുപടി പറയാതിരുന്നാൽ
ഭഗവാൻ ചിന്തിക്കും, അവൾ പറഞ്ഞില്ല, അവൾക്ക് വേണ്ടി ഞാൻ പറയാമെന്ന്. ഭഗവാൻ പറയുമ്പോൾ അത് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കുകയില്ല എന്ന് വിശ്വസിച്ച് എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഭഗവാനെ വിശ്വസിച്ച്, ഭഗവാൻ മാത്രമാണ് യഥാർത്ഥ സ്നേഹമെന്ന് വിശ്വസിച്ച്, ഭഗവാന്റെ സ്നേഹം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ഇന്ന് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതുപോലെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. വാരണാസിയിലെ അത്ഭുത കാഴ്ചകൾ നിങ്ങളെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.